ഹായ്, ദിസ് ഇസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഫുട്ടേജ്, സൈജു ശ്രീധരൻ്റെ ഫുട്ടേജ്. മഹേഷിൻ്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ് എന്നിവയുടെ എഡിറ്ററായ സൈജു ശ്രീധരൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ ബ്രില്യൻസ് തന്നെയാണ്. സൈജു ശ്രീധരനായാലും ഡി ഒ പി ഷിനോസ് ആയാലും സൗണ്ട് ഡിസൈനർ നിക്സൺ ജോർജ് ആയാലും, നിക്സൺ ജോർജ്, അനിൽ മുരളി, മഹേഷ് പ്രതികാരം ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ച ആളാണ്. ഷിനോസ് പ്രണയവിലാസത്തിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിക്സൺ ജോർജിൻ്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. അതിഗംഭീര സൗണ്ട് ഡിസൈനിങ്, വേൾഡ് ക്ലാസ്. ആ തുടക്കം മുതൽ അവസാനം വരെ അത് നമ്മളെ പിടിച്ചിരുത്തുന്ന കണക്കുള്ള സൗണ്ട് ഡിസൈനിങ്. ടൈറ്റിൽസ് കഴിഞ്ഞ് അവസാനത്തെ ആ ഒരു മൊമെൻ്റ് പോലും പുള്ളി ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നു. അതായത് ടൈറ്റിൽ കഴിഞ്ഞ് പടം അവസാനിക്കുന്ന സമയത്തും അതുവരെ ആദ്യം മുതൽ അവസാനം വരെ പുള്ളി അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അവിടെ തീരുന്നു ഈ പടത്തിൻ്റെ ഗുണങ്ങൾ. ഈ ടെക്നിക്കൽ ബ്രില്യൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ആത്മാവില്ലാത്ത പടം പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സോളില്ല, ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സോളില്ല. ദാറ്റ് ഈസ് ബിക്കോസ് വി ആർ നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ക്യാരക്ടേഴ്സ്. അതായത് നമ്മുടെ കഥാപാത്രങ്ങളുമായിട്ട് ഒട്ടും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കണക്കുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയില്ല. കാരണം ബിയോണ്ട് എ പോയിന്റ് ഐ ഡിഡ്ന്റ് കെയർ. കാരണം അവർക്കിനി അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായാലെന്ത്, സ്പോയിലേഴ്സ് ഞാൻ പറയാൻ പറ്റാത്തത് കൊണ്ട് പരമാവധി ഞാൻ ശ്രദ്ധിച്ച് തന്നെ പറയുന്നതായിരിക്കും. അതുകൊണ്ട് പേടിക്കണ്ട, സ്പോയിലേഴ്സ് പറയാതെ തന്നെ റിവ്യൂ പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്യാരക്ടേഴ്സിന് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ബിയോണ്ട് എ പോയിന്റ് എനിക്ക് ഇറലവൻ്റ് ആയിട്ട് തോന്നി. എനിക്ക് വൈ ഷുഡ് ഐ കെയർ എന്ന രീതിയിൽ തോന്നി. ആദ്യത്തെ പാർട്ടിൽ ബോയ്സ് ക്യാമറ എന്ന രീതിയിലാണ് കാണിക്കുന്നത്, സെക്കൻഡിൽ ഗേൾസ് ക്യാമറ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് ആണ് ബേസിക്കലി കാണിക്കുന്നത്. രണ്ട് മുഖ്യ കഥാപാത്രങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ആണ് കാണിക്കുന്നത്. അതിലും ഒരു നല്ലൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുമ്പോൾ തോന്നും എന്താണ് കുറേ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് അല്ലല്ലോ, എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അത് സെക്കൻഡ് പാർട്ടിൽ ആൻസർ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. എങ്കിലും മൊത്തത്തിൽ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പടമല്ല, സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. വിശാഖ് നായറും ഗായത്രി അശോകുമാണ് ലീഡിങ് റോൾസിൽ. മഞ്ജു വാര്യർ ഉണ്ട്. മഞ്ജു വാര്യരെ പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നില്ല. എങ്കിലും മഞ്ജു വാര്യരുടെ പ്രസൻസ് ഉഗ്രനായിരുന്നു. മഞ്ജു വാര്യർ ഓരോ വട്ടവും സ്ക്രീനിൽ വരുമ്പോൾ, ഇതിപ്പോൾ എങ്ങനെ പറയുന്നത്, അത് കഥ പറയാതെ പറയണമെങ്കിൽ മഞ്ജു വാര്യരുടെ സ്ക്രീൻ പ്രസൻസ് ഫീൽ ചെയ്യുന്നു. അത് ഇറ്റ് വാസ് ഫെൽറ്റ്. ഓരോ വട്ടവും ഫീൽ ചെയ്യുന്നൊരു പ്രസൻസാണ്. BGM ഒക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മെയിൻലി എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, സൗണ്ട്, ഇതിലാണ് പടം നിൽക്കുന്നത്. പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. സ്ക്രിപ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ ബ്രില്യൻസും മൊമെൻറ്റ്സും ഒക്കെ ഉണ്ടെങ്കിലും ഈ കഥ പോകുന്നത് പീപ്പിംഗ്, സ്റ്റോക്കിംഗ്, വോയറിസം, വ്ളോഗിങ്, പ്രൈവസി ഇഷ്യൂസ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും യൂട്യൂബിൻ്റെയും മൊബൈൽ ക്യാമറാസിൻ്റെയും ഒക്കെ കാലത്ത് എന്താണ് പബ്ലിക്, എന്താണ് പ്രൈവറ്റ് ലൈഫ് എന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എവിടെ പ്രൈവറ്റ് ലൈഫ് അവസാനിക്കുന്നു, എവിടെ പബ്ലിക് ലൈഫ് തുടങ്ങുന്നു എന്നൊക്കെ പറയാൻ പാടുള്ള കാലഘട്ടത്തിൽ റെലവൻ്റ് ആയൊരു തീമാണ്. പക്ഷേ ഇത് ട്രൂ സ്റ്റോറി ആണോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ട്രൂ സ്റ്റോറി ആണെന്ന് പോലെ ആദ്യം കാണിക്കുന്നുണ്ട്. അത് സിനിമയ്ക്കകത്തുള്ള ഒരു ഡിങ്കോൾഫി ആണോ എന്തോ. എങ്കിലും ഇനി ഇത് ട്രൂ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിലും സിനിമ എന്ന രീതിയിൽ ഒട്ടും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല.
ഇറ്റ് ഈസ് ടു പ്രിട്ടൻഷ്യസ്. അതായത് ഒരുപാട് ഇന്നോവേഷൻ കുത്തി നിറയ്ക്കാൻ വേണ്ടി ഇന്നോവേഷൻ നിറയ്ക്കുന്ന പോലെ തോന്നി. ഇന്നോവേറ്റീവ് ആണ്, പക്ഷേ അതാ പറഞ്ഞ അത് നല്ല രീതിയിലല്ല എനിക്ക് തോന്നി. അതൊരു ചില പടങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് വലിച്ച് അതൊരു പടമാണ് സിനിമയാണോ തോന്നിക്കത്തില്ലല്ലോ. ഇത് നമ്മൾ തോന്നിപ്പിക്കും. ഇത് ഈ എഡിറ്റിംഗ് ബ്രില്യൻ്റ് ആണ്, ഈ സിനിമാറ്റോഗ്രാഫി ബ്രില്യൻ്റ് ആണ്, ഈ സൗണ്ട് ഡിസൈനിങ് ഞാൻ വിടാം അതിൻ്റെ അകത്തുനിന്ന്. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടിച്ചു കയറ്റി വെച്ചേക്കുന്ന കണക്ക് തോന്നി എനിക്ക്. ഓബിയസ്ലി എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, സബ്ജക്റ്റീവാണ്. എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത്? ടു പ്രിട്ടൻഷ്യസ് ആയിട്ട് തോന്നി. ഭയങ്കര ബുദ്ധിജീവി പടം കളിക്കുന്ന കണക്ക് തോന്നി. അങ്ങനെ ഒരു പടം എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എക്സ്പെരിമെൻ്റൽ പടം പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മളെ അങ്ങോട്ട് വലിക്കുന്നൊരു പടമല്ല. സൗണ്ട് ഡിസൈനിങ് മാത്രമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നാച്ചുറലായിട്ടൊക്കെ തോന്നിയത്. വേൾഡ് ക്ലാസ് ആയിട്ട്, ഞാൻ നേരത്തെ പറയുന്നത് വേൾഡ് ക്ലാസ് സൗണ്ട് ഡിസൈനിങ് ആണ് നിക്സൺ ജോർജിൻ്റെ. അങ്ങനെ അതല്ലാതെ പറയുകയാണെങ്കിൽ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഇത് 18+ ആണ്, എ സർട്ടിഫിക്കേഷനുള്ള CBSE റേറ്റിംഗ് A ഉള്ള പടമാണ്. അപ്പോൾ അതനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വേണം പോകാൻ. കുട്ടികൾക്ക് പറ്റിയ 18 ഏജിന് താഴെ പറ്റിയ പടമല്ല. അത് മഞ്ജു വാര്യരും ഒരു ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റാണ്. ഞാൻ പലപ്പോഴും തിയേറ്ററിൽ കാണാറുണ്ട്, A സർട്ടിഫിക്കേഷനുള്ള പടങ്ങളാണെങ്കിലും കുട്ടികൾ വരുന്നതും കുട്ടികളെ കയറ്റുന്നതും ഞാൻ കാണാറുണ്ട്. ശരിക്കും ID പ്രൂഫ് ചോദിച്ച് കുട്ടികളെ കയറ്റാതിരിക്കേണ്ടതാണ്, അങ്ങനെയാണ് റൂൾ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പല തിയേറ്റേഴ്സിലും അങ്ങനെ കാണാറില്ല. പക്ഷേ ഇത് സ്ട്രിക്ട്ലി 18+ ആണ്. അതായത് 18+ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം ചില പടങ്ങളിൽ ഇറ്റ്സ് ഓക്കെ, അങ്ങനെ തോന്നാം, കുഴപ്പമില്ല, കുട്ടികൾ കാണാൻ കുഴപ്പമില്ല തോന്നുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ശരിക്കും 18+ ആണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. കാണാൻ പോകുന്നവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര മോഡേൺ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് മോഡേൺ ഒരു കപ്പിളിൻ്റെ ലിവിൻ ചെയ്യുന്ന കപ്പിളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ലിവിൻ ചെയ്യുന്ന കപ്പിളിൻ്റെ ഒരു മോഡേൺ ഭയങ്കര അത്യാധുനിക ഫ്ലാറ്റും ഒരുപാട് ഗാഡ്ജറ്റ്സും ഗിസ്മോസും ഒക്കെ ഉള്ളൊരു ഫ്ലാറ്റും ഗിസ്മോസൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറിയും, നായകൻ്റെ ഹെയർ സ്റ്റൈൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ മോഡേൺ ആണ്. അങ്ങനെ അപ്പോൾ ഇവരുടെ ഇൻകം എന്തോന്ന് മനസ്സിലായി. സബ്സ്ക്രൈബേഴ്സ്, ഇവർ വ്ളോഗേഴ്സ് ആൻഡ് യൂട്യൂബേഴ്സ് ആണ്, സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇവരുടെ ഇൻകം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇവരുടെ ജീവിക്കുന്ന രീതി വളരെ ഹൈഫൈ ലൈഫ് സ്റ്റൈലാണ്, ഹൈ ഫ്ലൈങ് ലൈഫ് സ്റ്റൈലാണ്. അതെങ്ങനെയാണ് അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എനിക്ക് അവരെങ്ങനെ അത് ഇൻകം എങ്ങനെയാണത് റൺ ചെയ്ത് പോകുന്നത് മനസ്സിലായില്ല. ഇവർ തന്നെ, ഈ ക്യാരക്ടേഴ്സ് തന്നെ വോയറിസ്റ്റിക് ആണ്. ഇവർ സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവർ പീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം ഈ പടം എടുക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ വോയറിസ്റ്റിക് ആയിട്ട് നോക്കുന്ന പോലെയാണ് പടത്തിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫിയുടെ ഒരു രീതി. അത് അവർ മറ്റുള്ളവരെ വോയറിസ്റ്റിക് ആയിട്ട് പിന്തുടരുന്നു. ആ ക്യാരക്ടേഴ്സ് വേറെ ക്യാരക്ടേഴ്സിനെ പിന്തുടരുന്നു. അങ്ങനെയാണ് ഈ പടം പോകുന്നത്. അവസാനം ഈ പടം കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇത് ഒരുപാട് ജോൺറസിലൂടെ കടന്നുപോയി പ്രത്യേകിച്ച് ഒന്നിലും ഫോക്കസ് ചെയ്യാതെ പോയി എനിക്ക് തോന്നി. ഇറ്റ് വാസ് എൻ എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി ബട്ട് മിസ്ഡ് എന്ന് തോന്നി. അതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സൗണ്ട് ഡിസൈൻ ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന പോലെ സൗണ്ട് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനും ഈ പടം എടുക്കാൻ കാണിച്ച ഒരു ധൈര്യത്തിനും വേണ്ടി, അതായത് ഈ പടം ഒരു കമേഴ്ഷ്യൽ പടമായിട്ട് ഇറക്കാനുള്ള ധൈര്യത്തിനും, ഇൻ എ വേ ഐ എം ഹാപ്പി. അതായത് ഇങ്ങനെയുള്ള പടങ്ങൾ മലയാളത്തിൽ ഇറങ്ങുന്നു എന്നുള്ള സന്തോഷം, അഭിമാനവും ഉണ്ട്. പക്ഷേ ഈ പടം കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു. ഈ ടെക്നിക്കൽ ബിൽഡിങ്സിന് വേണ്ടി, എസ്പെഷ്യലി സൗണ്ട് ഡിസൈനിങ്ങിന് വേണ്ടി 2 stars out of 5 for footage. Thanks for watching.